ഡാറ്റാ സ്ട്രക്ചറിലെ ഫസ്റ്റ് ഡാറ്റാ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്ട്രിങ് എന്നൊരു കൺസെപ്റ്റാണ്. നമുക്കറിയാം, സി പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ക്യാരക്ടർ അറേ, അതിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അറേ എന്ന കൺസെപ്റ്റ് ഒരു ഡാറ്റാ സ്ട്രക്ചർ ഉപയോഗിച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഒരു സ്ട്രിങ് എന്ന ഒരു ഡാറ്റ ടൈപ്പ്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രിങ്ങിനെ കുറിച്ചാണ്. എന്താണ് സ്ട്രിങ്, സ്ട്രിങ് പ്രോസസ്സിങ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നീ കാര്യങ്ങളാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഹിയർ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓരോ മെമ്മറി ലൊക്കേഷനിലും ഓരോ ക്യാരക്ടേഴ്സ്, അഡ്ജസൻറ്റ് മെമ്മറി ലൊക്കേഷനിൽ ക്യാരക്ടേഴ്സ് വെച്ച് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ടോട്ടലായി നമുക്കൊരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത്തരം സ്ട്രിങ്ങുകളിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്, സ്ട്രിങ് കൺസിസ്റ്റ് ഓഫ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. സ്ട്രിങ്ങിൽ ആൽഫബറ്റ്സ് എ ടു സെഡ് ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കും, ഡിജിറ്റുകൾ 0 to 9 ഡിജിറ്റ്സ്, ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ബ്രാക്കറ്റ്സ്, ഡോളർ, ഈക്വൽ ടു, എക്സെട്ര. ഇതെല്ലാമാണ് ഒരു സ്ട്രിങ്ങിലുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും നമ്മളൊരു സ്ട്രിങ് എന്ന് പറയുന്നത്. String is a finite sequence S of 0 or more characters is called a string. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് എസ്. ആ സീക്വൻസിനെ എസ് എന്നാണ് മനസ്സിലായത്. എസ് ഒരു സ്ട്രിങ് ആണെങ്കിൽ ഇറ്റ്സ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് 0 or more characters is called string. 0 അല്ലെങ്കിൽ അതിൽ കൂടുതലോ, ഒന്നിലധികമോ, 0യോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള ക്യാരക്ടേഴ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. 0 ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ്ങും പോസിബിൾ ആണ്. 0 ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ്ങിനെ നമ്മൾ എംപ്റ്റി സ്ട്രിങ് എന്ന് പറയും. A string without characters is called empty string. Then string length. What is string length? String length is the number of characters in a string is called string length. സ്ട്രിങ്ങിലുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ സ്ട്രിങ് ലെങ്ത് എന്ന് പറയും. എക്സാമ്പിൾ, നോർമലി നമ്മൾ ഒരു സ്ട്രിങ്ങിനെ ഒരു സിംഗിൾ കോഡ്സ് ഓർ ഡബിൾ കോഡ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സിംഗിൾ കോഡ്സിലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ സ്പേസ് എൻഡ്, the space end, then length, string length is 7. Number of characters is string length is the number of characters in a string. So 1 2 3, then a space is also a character. So space 3 4 5, so 1 2 3 4 5 6 7 characters. And concatenation of string. Let S1 S2 be two strings, then concatenation of two string is the string which consisting of characters of S1 followed by the characters of S2. Characters string ഒരു രണ്ട് സ്ട്രിങ്ങുകളുടെ കൺകാജിനേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ S1 S2 രണ്ട് സ്ട്രിങ്ങുകളുടെ കൺകാജിനേഷൻ എന്ന് പറയുന്നത് S1ലെ ക്യാരക്ടേഴ്സ്, ദെൻ അതിനുശേഷം S2ലെ ക്യാരക്ടേഴ്സ്, അതിനെ കമ്പൈൻ ചെയ്ത് എഴുതുന്നതിന് ഈ കൺകാജിനേഷൻ എന്ന ഓപ്പറേഷൻ പറയുന്നത്. ഇറ്റ് ക്യാൻ ഡിനോട്ടഡ് ബൈ S1/S2. കൺകാജിനേഷനെ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡബിൾ സ്ലാഷ് എന്നുള്ള ഈ ഒരു ക്യാരക്ടർ വെച്ചാണ്. S1//S2, ദാറ്റ് ഈസ് S1 കൺകാജിനേഷൻ S2. S1ഉം S2ഉം കൂടി കമ്പൈൻ ചെയ്ത ഫോമാണ് ആ സ്ട്രിങ്ങിനെയാണ് കൺകാജിനേഷൻ എന്ന് പറയുന്നത്. S1 is equal to the. S1 എന്ന സ്ട്രിങ് THE, S2 is end, END. Then S1 concatenation S2 is equal to the end without space ആയില്ല. സോ the end എന്നായിരിക്കും കൺകാറ്റിനേഷൻ. ഇതാണ് സ്ട്രിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്ട്രിങ് ഓപ്പറേഷൻസ്. എന്തെല്ലാമാണ് ആ സ്ട്രിങ് ഡാറ്റ ടൈപ്പിൻ്റെ മേലെ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഓപ്പറേഷൻസ് എന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു, സ്ട്രിങ് എന്നത് ഒരു കളക്ഷൻ ഓഫ് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിൻ്റെ നമ്മൾ ഒരു സ്ട്രിങ് വിത്തൗട്ട് ക്യാരക്ടർ ആണെങ്കിൽ, അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 0 ആണെങ്കിൽ അതിനെ നമ്മൾ നൾ സ്ട്രിങ് എന്ന് പറയും, അല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിങ് എന്ന് പറയും. ദെൻ കൺകാജിനേഷൻ എന്ന ഓപ്പറേഷൻ ഒരു സ്ട്രിങ്ങിനെ, രണ്ട് സ്ട്രിങ്ങുകളെ കൂട്ടിച്ചേർത്ത് ഒരു സിംഗിൾ സ്ട്രിങ് ആക്കി മാറ്റുന്നതിനെ കൺകാജിനേഷൻ എന്ന് പറയുന്നത്. സോ കൺകാജിനേഷൻ ചെയ്ത ശേഷം ഒരു സ്ട്രിങ്ങിൻ്റെ ആ ഒരു റിസൾട്ടായി കിട്ടുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ രണ്ട് സ്ട്രിങ്ങുകളുടെയും ലെങ്ത്തിൻ്റെ ടോട്ടൽ സമ്മേഷൻ ആയിരിക്കും അതിൻ്റെ ആ ഒരു ടോട്ടൽ കൺകാജിനേറ്റ് ചെയ്ത സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. സോ S1 എന്നതിന് 3 ആണ് ലെങ്ത്, S2 എന്നത്
4 ആണ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ S1 കൺകാറ്റിനേഷൻ S2 എന്നത് 7 ആയിരിക്കും ഇതിൻ്റെ ലെങ്ത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്ട്രിങ്ങിലെ ഡിഫറെൻറ്റ് ഓപ്പറേഷനുകളെ കുറിച്ചാണ്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സബ്സ്ട്രിങ് ഓപ്പറേഷൻ. സബ്സ്ട്രിങ് ഓപ്പറേഷൻ ഇന്ന് ആക്സസിങ് എ സബ്സ്ട്രിങ് ഫ്രം എ ഗിവൺ സ്ട്രിങ്. ഇതാണ് സബ്സ്ട്രിങ് എന്ന ഓപ്പറേഷൻ. ഒരു ഗിവൺ സ്ട്രിങ്ങിൽ നിന്ന് നമുക്കൊരു ഒരു സബ്സ്ട്രിങ് സെലക്ട് ചെയ്യുന്ന ആക്സസ് ചെയ്യുന്നതിനെയാണ് സബ്സ്ട്രിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു സബ്സ്ട്രിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ 3 ഇൻഫർമേഷൻ ആവശ്യമാണ്. ഫസ്റ്റ് നെയിം ഓഫ് സ്ട്രിങ്, ഒറിജിനൽ സ്ട്രിങ്ങിൻ്റെ നെയിം. ദെൻ പൊസിഷൻ ഓഫ് ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ സബ്സ്ട്രിങ് ഇൻ എ ഗിവൺ സ്ട്രിങ്. ആ ഗിവൺ സ്ട്രിങ്ങിൻ്റെ ഏത് സബ്സ്ട്രിങ് ആണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ സബ്സ്ട്രിങ്ങിൻ്റെ സബ്സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പൊസിഷൻ. ദെൻ ലെങ്ത് ഓഫ് സബ്സ്ട്രിങ്, ആ സബ്സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്. ഇത്രയും അറിഞ്ഞാൽ നമുക്കൊരു സബ്സ്ട്രിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഇതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ് സബ്സ്ട്രിങ് ഓപ്പറേഷൻ്റെ സിൻറ്റാക്സ്? സബ്സ്ട്രിങ് ഓഫ് സ്ട്രിങ് കോമ ഇനീഷ്യൽ കോമ ലെങ്ത്. സ്ട്രിങ് എന്നത് ഗിവൺ സ്ട്രിങ്, ദെൻ ഇനീഷ്യൽ എന്നത് ഏത് പൊസിഷനിലാണ്, പൊസിഷൻ ഓഫ് സബ്സ്ട്രിങ്, ഇതാണ് ഇനീഷ്യൽ. ദെൻ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സബ്സ്ട്രിങ്, ഏത് പൊസിഷനിൽ നിന്നാണ് സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ എത്ര ലെങ്ത്തിലുള്ള സ്ട്രിങ് ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ എക്സാമ്പിൾ സബ്സ്ട്രിങ് ഓഫ് ABCD, 2, 2. This string is ABCD, initial is 2, length is 2. So substring operation ABCD is a given string, 2 is the position of the first character of substring given string and 2 is the length of substring. So നമുക്ക് ABCD സ്ട്രിങ്ങിൻ്റെ 2th പൊസിഷൻ മുതൽ 2 ലെങ്ത്തിലുള്ള സബ്സ്ട്രിങ്. 2th പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ. സോ B substring starting from B, then length 2, BC. Length 2, BC. So substring is BC. ഇതായിരിക്കും ഇതിൻ്റെ റിസൾട്ട്. ഇതാണ് ഫസ്റ്റ് സ്ട്രിങ്ങിലെ ആദ്യത്തെ ഓപ്പറേഷൻ, സബ്സ്ട്രിങ് ഓപ്പറേഷൻ.